വചനമൊഴി ദനഹകാലം 2-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 3:9-16, പ്രഭാഷകൻ 18:1-14, വെളിപാടിന്റെ പുസ്തകം 1:4-8, യോഹന്നാന്റെ സുവിശേഷം 8:21-30. ഈശോ മിശിഹായുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിനെ തുടർന്ന് സഭാസമൂഹം ആരാധനാക്രമപരമായി ദനഹ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈസ്റ്ററിന് മുൻപ് 7 ആഴ്ചകളിലായി ആചരിക്കുന്ന നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുൻപോട്ട് ദനഹ തിരുനാൾ വരെയുള്ള ആഴ്ചകളാണ് ദനഹ കാലമായി ആചരിക്കുന്നത്. അതിനാൽ തന്നെ ഈസ്റ്റർ ആചരിക്കുന്ന ദിവസം അനുസരിച്ച് ദനഹ കാലത്ത് ആഴ്ചകൾ കൂടിയും കുറഞ്ഞും വരാം. ഈ വർഷം ഈസ്റ്റർ താരതമ്യേന നേരത്തെ ആയതുകൊണ്ട് ദനഹ കാലത്ത് 6 ആഴ്ചകളാണുള്ളത്. ചില വർഷങ്ങളിൽ ദനഹ കാലത്ത് 4 ആഴ്ചകൾ മാത്രമാകാം, ചിലപ്പോൾ 8 ആഴ്ചകൾ വരെ വരികയും ചെയ്യും. ഈശോയുടെ മാമോദീസായും മിശിഹാ രഹസ്യവും പരിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യക്ഷീകരണവും അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിനെ തുടർന്ന് വരുന്ന ഓരോ ഞായറാഴ്ചയും മിശിഹായുടെ വ്യക്തിത്വത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് തിരുവചന പ്രഘോഷണങ്ങളിൽ ധ്യാന വിഷയമാക്കുന്നത്. മിശിഹായുടെ പരസ്യ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് ദനഹ കാലത്ത് മിശിഹാ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. 1-ാം ഞായറാഴ്ച മിശിഹ ദൈവത്തിന്റെ മഹത്വം എന്നതിനെക്കുറിച്ചും, 2-ാം ആഴ്ച മിശിഹ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന ചിന്തയും, 3-ാം ആഴ്ച മിശിഹായുടെ ദൗത്യം തുടരുന്നതിന് വിളിക്കപ്പെട്ട സ്ലീഹന്മാരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും, 4-ാം ആഴ്ച വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹ, 5-ാം ആഴ്ച പാപമോചകനായ മിശിഹ, 6-ാം ആഴ്ച മിശിഹ നിയമത്തിന്റെ പൂർത്തീകരണം, 7-ാം ആഴ്ച മിശിഹ ജീവന്റെ അപ്പം, 8-ാം ആഴ്ച മിശിഹ അനുകമ്പയുടെ ഇടയൻ എന്നിങ്ങനെ വ്യത്യസ്തമായ സുവിശേഷ പ്രമേയങ്ങളാണ് ദനഹ കാലത്തെ ഓരോ ഞായറാഴ്ചയും അനുസ്മരിക്കുന്നത്. ഇടദിവസങ്ങളിൽ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ചത്തെ സുവിശേഷ പ്രഘോഷണത്തോടനുബന്ധിച്ചുള്ള വായനകളാണ് ഉൾച്ചേർക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ തങ്ങളുടെ ജീവൻ നൽകിയും ജീവിതം കൊണ്ടും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകിയ രക്തസാക്ഷികളെയും വിശുദ്ധാത്മാക്കളെയും പ്രത്യേകം അനുസ്മരിക്കുന്നു. അതിനു ചേർന്ന ദൈവവചന ഭാഗങ്ങളാണ് വെള്ളിയാഴ്ചകളിൽ പ്രഘോഷിക്കപ്പെടുന്നത്. ശനിയാഴ്ചകളിൽ അടുത്തു വരുന്ന ഞായറാഴ്ചത്തെ സുവിശേഷത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന പ്രമേയങ്ങളുള്ള ദൈവവചന വായനകളായിരിക്കും ഉള്ളത്. ജനുവരി 11 ഞായറാഴ്ച ദനഹ തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണെങ്കിലും ആരാധനാക്രമ പഞ്ചാംഗത്തിൽ ദനഹക്കാലം 2-ാം ഞായറാഴ്ചയായിട്ടാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. കാരണം ദനഹ തിരുനാളിനോടുകൂടി ദനഹക്കാലം ആരംഭിക്കുന്നു. ഇപ്രാവശ്യം ദനഹ തിരുനാൾ ചൊവ്വാഴ്ചയായതുകൊണ്ട് ആ ആഴ്ചയിൽ തുടർന്നു വരുന്ന ദിവസങ്ങൾ 1-ാം ആഴ്ചയായും ഞായറാഴ്ച മുതൽ ദനഹക്കാലം 2-ാം ആഴ്ചയായും കരുതുന്നു. അതിനാലാണ് ഇപ്രാവശ്യം ദനഹക്കാലം 1-ാം ഞായർ ആരാധനാക്രമ പഞ്ചാംഗത്തിൽ വരാത്തത്. ജനുവരി 11 ഞായറാഴ്ച ദനഹക്കാലം 2-ാം ഞായറാഴ്ചത്തെ വചനഭാഗങ്ങളാണ് തിരുസഭ വിചിന്തനത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഞായറാഴ്ചത്തെ പ്രധാന വിചിന്തന വിഷയം മുകളിൽ സൂചിപ്പിച്ചതുപോലെ മിശിഹ ആകുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് എന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ദൈവവചന ഭാഗങ്ങളാണ് വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്നു, ഞാൻ ആകുന്നു. മിശിഹ കുരിശിലുയർത്തപ്പെട്ട് കഴിയുമ്പോൾ അവിടുന്ന് ആകുന്നവൻ ആകുന്നു എന്ന് ജനം ഗ്രഹിക്കുമെന്നും ഈശോ പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് മൂശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്റെ നാമം വെളിപ്പെടുത്തുന്നതാണ്. ദൈവം വെളിപ്പെടുത്തിയ അതേ കാര്യമാണ് ഈശോ ഞാൻ ആകുന്നു എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക നാമം തന്നെയാണ് മിശിഹ സ്വയം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത്.
പുറപ്പാട് പുസ്തകം 3:14 ദൈവത്തിന്റെ പേര് എന്തെന്ന് ചോദിക്കുന്ന അവസരത്തിൽ ദൈവം മോശയോട് പറയുന്നത് എഹിയെ അഷേർ എഹിയെ എന്നാണ്. ഇതിന്റെ അർത്ഥം ആകുന്നവൻ ഞാൻ ആകുന്നു എന്നോ ആയിരിക്കുന്നവൻ ഞാൻ ആകുന്നു എന്നോ ആകാം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട നാമമായി നൽകിയിരിക്കുന്നത് ആകുന്നവൻ അവനാകുന്നു എന്നതാണ്. സുവിശേഷത്തിൽ ഈശോ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് പഴയ നിയമത്തിലൂടെ സംസാരിച്ച ദൈവമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ ആകുന്നു എന്നതിന്റെ സൂചിതാർത്ഥം എപ്പോഴും ആയിരിക്കുന്നവൻ എന്നാണ്. ഇന്നത്തെ രണ്ടാമത്തെ പ്രഘോഷണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വപൂർണമായ പ്രവൃത്തികളെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നേക്കും ജീവിക്കുന്നവൻ, അതായത് എപ്പോഴും ആയിരിക്കുന്നവൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്. അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം അളക്കാനോ അത് പൂർണ്ണമായി ഗ്രഹിക്കാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള മൂന്നാമത്തെ പ്രഘോഷണത്തിൽ പറയുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ തന്റെ തിരുരക്തത്താൽ പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച ഈശോ മിശിഹായാണ് എന്ന കാര്യമാണ്. ഈശോ ആരാണ് എന്നതിനെക്കുറിച്ച് യഹൂദരുടെ ഇടയിൽ പലപ്പോഴും ചോദ്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് പല ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അവർ ഈശോയുടെ പക്കൽ ചോദ്യങ്ങൾ ഉയർത്തുകയും വാദപ്രതിവാദങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഈശോ പറയുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ഞാൻ ആകുന്നു. 2, ആരംഭം മുതലേ ഉള്ളവനാണ്. 3, എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ 3 കാര്യങ്ങളിലൂടെയും വ്യക്തമാക്കുന്നത് അവിടുന്ന് ആകുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാണ് എന്ന സത്യമാണ്. ദനഹകാലത്ത് മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ദൈവത്തെ അടുത്തറിഞ്ഞ് സ്നേഹത്തിൽ വളരുന്നതിനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.